അമ്മാവൻ. പുള്ളി അമേരിക്കയിലാണ്. പുള്ളി ഇന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ചെറിയ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരന് മകളുണ്ട്. മകളൊരു ചെറിയൊരു പ്രണയബന്ധത്തിൽ ആയിരുന്നു. പക്ഷെ അത് എന്തോ ആണെന്നറിയില്ല, ഒരു ഫെയിലുവറായി. തൽക്കാലം ഒന്ന് അഭിനയിച്ചാലും മതി. നല്ല കാര്യത്തിലല്ല. അമേരിക്കയിൽ നിന്ന് അച്ഛൻ വരുന്നതും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മകൾ കണ്ടെത്തിയ ചെക്കൻ അവസാന നിമിഷം മറ്റൊരു ബന്ധം തേടിപ്പോയി. കോളേജിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റിയിൽ PG പഠിച്ചുകൊണ്ടിരുന്നു. ഏക മകളുടെ ഭർത്താവിനെ കാണാനായി എത്തുന്ന അച്ഛന് മരുമകനെ എങ്ങനെ കാണിച്ചു കൊടുക്കും? ഓൾറെഡി ചേട്ടൻ അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജ് അന്ന് എന്ന് വെച്ചാൽ അന്ന് അവള് പോയതെല്ലാം അറിഞ്ഞല്ലോ. പക്ഷെ ഇത് നടന്നില്ല എന്നുള്ള ഇവള് വീട്ടിൽ വരുമ്പോഴല്ലേ ഞാൻ അറിയുന്നത്. ഈ അവസ്ഥയിൽ താൽക്കാലിക മരുമകനായി അച്ഛന് മുന്നിൽ അഭിനയിക്കാൻ ഒരാളെ കൊണ്ടുവരികയാണ്. ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോർമലായിട്ട് എങ്ങനെ സംസാരിക്കുമോ, എങ്ങനെ ബിഹേവ് ചെയ്യുമോ, അത് കറക്റ്റായി ചെയ്തോളൂ. ഓക്കെ, മറ്റേ പുള്ളിയുടെ റോള് ഞാൻ ചെയ്തോളാം. ഇനി സംഭവിക്കാൻ പോകുന്നത് കാണാം. എവള് പപ്പയുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. കലാപരമായിട്ട് എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. പാട്ടൊക്കെ പാടും. ആണോ? അപ്പൊ ബൈ ചാൻസ് സക്സസ് ആവാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? മീൻസ് ആളില്ലല്ലോ. അല്ല, ആള് ഉടനെ തന്നെ റിട്ടേൺ പോവും. പപ്പയെ എന്താ വിളിക്കുക? പപ്പാന്ന് തന്നെയാണ്. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പേഷ്യന്റ് വല്ലതാണ്. അങ്ങനെ വേറെ പ്രശ്നമൊന്നും നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ആ രീതിയിലൊക്കെ ഇരുന്നോളൂ. കാര്യം എന്ന് വെച്ചാൽ ആൾ എപ്പോൾ വേണമെങ്കിലും വരാം. എൻ്റെ പേര് ശ്യാമ. ഓക്കെ, ഇയാളെ പേര് പറഞ്ഞാണോ വിളിക്കാതിരു? ലച്ചു എന്നൊക്കെ വിളിക്കും. ലച്ചു. ആള് ദൈവികമായിട്ടൊക്കെ ഭയങ്കര വിശ്വാസം. അപ്പം വന്നാൽ ഉടനെ തന്നെ കാലം ഞാൻ അതൊക്കെ ഞാൻ മൈൻഡിൽ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് വന്നതാണ്. നമുക്ക് ആ രീതിയിൽ തന്നെ ഇല്ലേ? ഓക്കെ, ടെൻഷൻ ഇല്ല. എങ്കിലും എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞല്ലോ മക്കളെ. നീ ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഞങ്ങൾ അത് എൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. സോറി. കുഴപ്പമില്ല മോനെ, ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടാ. പപ്പയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പപ്പ ക്ഷമിക്കണം. കുഴപ്പമില്ല. ഓക്കെ, ഒരു ഫോട്ടോ ഐശ്വര്യമായിട്ട് എടുക്കാം. ശരിക്കും ഞാൻ പറയാം. നിങ്ങളെ ഫേസ് ചെയ്യാനുമല്ല. കുഴപ്പമില്ല, പ്രശ്നമില്ല. എന്നാലും സന്തോഷമായിട്ടിരിക്കും. ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ സ്റ്റാൻഡിനകത്ത് ആവശ്യമുള്ള സ്വത്തുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റാൻഡിനകത്തുള്ള ആളല്ല എന്ന് എനിക്കെന്തോ തോന്നിപ്പോയി. ഞാൻ സ്വത്താണ്. അല്ല, അത് പപ്പ പറഞ്ഞത് ശരിയാണ്. കാരണം പപ്പയുടെ സ്റ്റാൻഡിൽ അത്ര ഒരു കൺസെപ്റ്റിലാണല്ലേ. അതല്ലേ അങ്ങനെ പറയരുത് മോനെ. ഈ എനിക്കുള്ളതല്ല ഇനി നിനക്കുള്ളതാണ്. എനിക്ക് ആ ഒറ്റ മോളല്ലേ അവിടെ ഉള്ളൂ. എനിക്ക് കുഴപ്പമില്ല മോളെ. ഞാൻ എനിക്ക് എന്തോ പറയണമെന്ന് എന്തോ ചെയ്യണമെന്നൊന്നും അറിയില്ല. റെസ്റ്റ് ഒന്നും വേണ്ട. എനിക്ക് മോൻ്റെ കൂടെ എന്താ എനിക്ക് ഇപ്പം ഒന്ന് ഹഗ് ചെയ്യണമെങ്കിൽ ഹഗ് ചെയ്യാം. സോറിടാ മോനെ. അല്ല പപ്പ, ഞാനൊക്കെ ചോദിക്കണ്ടേ? കുഴപ്പമില്ല, അത് ആർക്കായിരുന്നാലും ഒരു അബദ്ധം പറ്റിപ്പോവല്ലോ. പക്ഷെ നീ ഒരു അന്തസ്സുള്ളവനാണെന്ന് എൻ്റെ അടുത്ത് ഇവള് പറഞ്ഞു. അല്ല പപ്പ, ഞങ്ങൾക്ക് പറ്റിപ്പോയ ഒരു അബദ്ധമാണത്. പപ്പയുടെ അമ്മയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ ഏജ് ഞങ്ങൾക്ക് കൺമുന്നിൽ വരും, ബാക്കിയെല്ലാം ഒന്നും കണ്ടില്ല ഞങ്ങൾ. ഇല്ല, നിങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, ഒന്നും കുഴപ്പമില്ല. ഇരിക്കും മോൻ, ഇരിക്കും. ഞാൻ പാട്ട് പാടുമോ മോൻ? എന്താ പാട്ട് പാട്ടൊക്കെ പാടുന്ന മോനെ. തബലെടുക്ക്. സന്തോഷം വന്നാൽ അപ്പം ഇതാണ് പരിപാടി. അതിനെന്താ? ഒന്ന് മതി. 5-6 വർഷമായി ഞാൻ ഇതിൽ തൊട്ടിട്ട്. കാത്തു വന്നേ.
ഒന്ന് പാടുമോനെ. തബലയുമായിട്ട് മാച്ച് ചെയ്യണം. മാച്ച് അതൊക്കെ പാട്ട് പാടുമോനെ. കുറെ വർഷമായി തൊട്ടിട്ട് അതേപോലെ സൂക്ഷിച്ചു വെച്ചേക്കുന്നല്ലേ. എറുമ്പ് കയറാൻ നോക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ വിണ്ണിനു മണ്ണിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമര സല്ലാപമേ. വെരി ഗുഡ്. ഓംകാരനാദത്തിൽ നിർവൃതി പുൽകിയ മാനവ മാനസമഞ്ജരി. സബാഷ്. ഓംകാരനാദത്തിൽ നിർവൃതി പുൽകിയ മാനവ മാനസമഞ്ജരി. മുരളീലോലൻ മുരഹരനുണർന്നു. മുരളീലോലൻ മുരഹരനുണർന്നു. സ്വർഗം തെളിഞ്ഞു. ഇല്ല പപ്പാ, എനിക്ക് ടെൻഷൻ ലിറിക്സ്. No, 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 no. But you are a great. എന്തുകൊണ്ടും എൻ്റെ മോക്ക് ചേർന്ന ഒരു വയനെ തന്നെയാണ് എൻ്റെ മോള് കണ്ടുപിടിച്ചത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എപ്പോഴും സന്തോഷം വന്നാലും അമിതമായി സന്തോഷം വരുമ്പോൾ ഞാൻ എൻ്റെ ഈ തബല എടുക്കും. ഞാനിങ്ങനെ സ്വന്തമായിട്ട് വെരി ഗുഡ്. താങ്ക് യു മോളെ. എടുത്തു നിൻ്റെ ഒരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. അത് എൻ്റെ ഒരു ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അച്ചു കുറെ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നിങ്ങളെ കുറിച്ച് പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണല്ലോ ഞാൻ ഇവിടെ കൂടെ വളർത്തിയത് മോളെ. അത് പോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പറയൂ. മോള് പറഞ്ഞെങ്കിലും ഞാൻ ആധികാരികമായിട്ടൊന്ന് അറിയാൻ വേണ്ടിട്ട്. എനിക്ക് അച്ഛനില്ല. ഓ ഐ സി. ഓക്കെ. അമ്മയുണ്ട്, പിന്നെ പെങ്ങളുണ്ട്, ഏട്ടനുണ്ട്. കല്യാണം കഴിഞ്ഞോ? ചെറിയൊരു ഏട്ടന്മാർക്ക് കല്യാണം കഴിഞ്ഞു, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഓ ശരി 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 ശരി. മോനിപ്പോൾ എന്ത് ജോലിക്കാണ് പോകുന്നത്? ബിസിനസ്സോ അങ്ങനെ എന്താണല്ലോ പറഞ്ഞേ? അതെ, ഞാനിപ്പോൾ ഷോപ്പ് ഇട്ടുണ്ട്. ആ ഓ എവിടെയാണ്? സൈക്കിൾ ടോയ്സ് ഷോപ്പ്. ഓ ഐ സി സി. എന്ത് കുഴപ്പമില്ലാത്ത വരുമാനമല്ലോ, വേണമെങ്കിൽ അതിനെ വിപുലമാക്കാം. ഇല്ല ഞാൻ വേറെ 1-2 പരിപാടികളൊക്കെ ട്രിവാൻഡ്രത്ത്. വെരി ഗുഡ് വെരി ഗുഡ്. ട്രിവാൻഡ്രത്ത് മോളുടെ പേരിൽ കുറച്ച് ഒരു 2-3 ഏക്കറുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം പോകുന്നില്ലേ, പൊന്മുടി പോകുന്ന അവിടെ നെടുമങ്ങാട് വേങ്കവിള തൊട്ടിപ്പുറം ഒരു 1-1.5 ഏക്കർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. വേണമെങ്കിൽ അതെടുത്തോ. അല്ല ഞാൻ പറഞ്ഞത്, അത് വേണമെങ്കിൽ മോൻ എടുത്തിട്ട് 1.5 ഏക്കറിൽ എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം. എന്തുകൊണ്ട്? കാരണം ഇവിടെ നിന്ന് വരുന്ന ആളായതുകൊണ്ട് കൃഷിയുടെ ആൾക്കാരാണ്. പിന്നെ വേറെന്താ വിശേഷം? നിനക്ക് മറ്റാ രത്നം വെച്ചിട്ടുള്ള ഒരു മാല പറഞ്ഞില്ലായിരുന്നോ? കൊണ്ടുവന്നിട്ടുണ്ട്. മോന് വേണ്ടിട്ട് ഞാൻ മരതക കല്ലാ കൊണ്ടുവന്നത്. നമുക്ക് സ്വർണ്ണം കിട്ടിയിടണം. വയ്ക്കല്ല. മോന്റെ നക്ഷത്രം ഏതാ മോനെ? എന്താ ഏട്ട? അവിട്ടം തവിട്ടിലും ചേരുന്നതാണ്. പിന്നെ പണക്കാനെന്നോ പണക്കുറവെന്നോ അങ്ങനെയൊന്നോ ഏറ്റക്കുറിച്ചിൽ മോന്റെ മനസ്സിൽ വെക്കരുത്. എപ്പോൾ പൈസ വേണോ അമ്മയോട് ചോദിക്കാം, അപ്പോൾ വാങ്ങിക്കാം കേട്ടോ. അവളുടെ അക്കൗണ്ടിൽ ഉണ്ട്, അത് ഇഷ്ടമുള്ളത് എടുക്കാം. അതിൽ നിന്ന് 1 രൂപ നിങ്ങൾ എടുത്തിട്ടില്ല, എടുക്കാൻ ഞാൻ എന്താ? അയ്യോ അങ്ങനെയല്ല, ഞാൻ മോളുടെ പേരിൽ ഇടുന്നതല്ലേ, ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. റബ്ബറൊക്കെ വെട്ടിയിട്ട് തന്നെ ഉണ്ടല്ലോ ചേട്ടാ. റബ്ബർ വെട്ടാനും പോകും. അല്ല പുള്ളിയല്ല, നമ്മുടെ ഇതില്. ഓ ഐ സി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ഇതിന്റെ കൂടെ റബ്ബർ വെട്ടാനും കൂടെ പോകും. അവൻ എല്ലാത്തിനും ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ മുകളിലോട്ട് പോയി
വാ നമുക്ക് ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി ഞാൻ ജ്യൂസ് എടുത്തൊക്കെ വെക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നീയും കൂടെ വാ, മോള് ഇവിടെ നിൽക്കട്ടെ. പപ്പാ റെഡിയായോ? ആ റെഡിയായി. അയ്യോ, ഇത് കണ്ടപ്പോഴാ കണ്ണ് കെട്ട് കളിയുടെ കാര്യം ഞാൻ ഓർക്കുന്നത്. അതെ, കൊച്ചിലെ നമ്മള് കളിക്കുവായിരുന്നു. അയ്യോ, പപ്പയൊന്ന് കെട്ട്, അതെ മോനൊന്ന് കെട്ട്. മോനെ വാ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടവാ കൊച്ചിലോട്ട്. ഞാനും എൻ്റെ സ്റ്റാഫുകളൊക്കെ വിളിച്ചു ഇതുപോലെ കണ്ണ് കെട്ടി നോക്കും. കിടക്കി വിട്ടു കൊടുക്കേ, കാണാൻ പറ്റുന്നത് കള്ളം കാണിക്കരുത്. ലച്ചും കൂടെ കേൾക്കാനാ പറഞ്ഞത്. അതെ, ചുമ്മാ കറക്കി വിടാം. ഇതുപോലെ കുറേ പപ്പ മുമ്പ് വെക്കണം. ഓക്കെയാണ്. അയ്യോ, സംസാരത്തിന് പ്രശ്നമായി കേട്ടോ. മിടുക്കനാട്ടോ നീ കണ്ടുപിടിച്ചത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പിടിച്ചോ മോനെ. ഇവിടെ നന്നായിട്ട് പാടുമായിരുന്നു മോനെ. മോൻ നന്നായിട്ട് പാടുന്നുണ്ട്. അത് അപ്പോൾ ആ അതെ അതെ അതെ, ഇത്തിരി താളം പ്രശ്നമാണ്. നിന്റെ മകൻ നന്നായിട്ട് പാടും, എന്തുമായിട്ട് പാടും. കോവിഡിന് ശേഷം നിർത്തി. കുഞ്ഞിനെ കാണാൻ ആരാണ് നിൽക്കുന്നത്? ഒരു പയ്യൻ വന്ന് നിൽക്കുന്നു. വരാൻ കുഞ്ഞിനെ കാണാൻ കുഞ്ഞിനെ കാണാനാണ് വരാൻ പറയട്ടെ. ആ ലഗേജൊക്കെ നിങ്ങളടുത്ത് മാറ്റും കേട്ടോ. പപ്പ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ 2-3 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അത് ഫ്രണ്ട്സ് ആയിരിക്കും. അവർക്കൂടെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചോ? പപ്പ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. കൊണ്ടുവന്നു, എല്ലാം ഉണ്ട്. ഇത് ആണോ? വേണ്ട. കുഞ്ഞിനെ കാണുന്നത് എൻ്റെ കുഞ്ഞിനാണ്, മോളെ കുഞ്ഞ്. ആരാണ്? അല്ല ഇപ്പൊ വരും. പപ്പ ഇരിക്കണം. അന്നെ എന്താ ആരാ മനസ്സിലായില്ല? നിങ്ങൾ എന്നെ മനസ്സിലായി? പിന്നെ മനസ്സിലായില്ല. അന്നെ ഇതൊരു ഫോട്ടോ ഞാൻ കാണിച്ചത്. മോനെ അങ്ങോട്ട് കയറി നമ്മളെ അവിടെ ഇരിക്കും. എന്താ മനസ്സിലായില്ല? ആരാ? അന്നെ ഫോട്ടോയും കാണിച്ചെന്നില്ല ഇതുവരെ. ഞാൻ അന്നയുടെ എന്തോന്നു അന്നയോ ഞാനുമായിട്ട് 6 വർഷത്തെ പ്രണയത്തിലായിരുന്നു. എനിക്ക് എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ 6 വർഷത്തെ പ്രണയത്തിലായിരുന്നു. ആരുമായിട്ട്? അന്നയുമായിട്ട്. ഹലോ എക്സ്ക്യൂസ് മീ, ആരാ മനസ്സിലായില്ല? ഞാൻ അവിടെ കാമുന. ഞാൻ 6 വർഷത്തോട് ഇഷ്ടത്തിലായിരുന്നു. ലച്ചു ആരാ? എനിക്കറിയില്ല. എന്താണ് നീക്കണ? നീ ആരാ? കോറി ഇംഗ്ലീഷ് അറിയില്ല തോന്നുന്നു. നിങ്ങൾ ആരാന്ന് എന്നോട് ചോദിക്കുക. എന്നോട് ചോദിക്കുന്നേക്കാൾ എന്നോട് ചോദിക്കുക. ഞാൻ ലച്ചുമാ ആരാ മോളെ? എനിക്കറിയില്ല. ഇതാരാ? എന്റെ ഹസ്ബൻഡാണ്. അതെ, അല്ല ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ ആരാന്നോ? ഇയാളാണോ? അല്ല താനാരാ? ഇയാളാരാ? ഇയാളാരാ? അന്നയോട് ചോദിക്കാതെ. നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞ അറിയില്ല. അറിയില്ല. എന്താ അങ്കിൾ കേൾക്കണം. ഞാൻ 6 വർഷമായിട്ട് ഇവളോട് പ്രണയത്തിലായിരുന്നു. അങ്കിൾ കിങ്കിൾ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഇയാളാണെന്ന് പറഞ്ഞതിന് ശേഷം എന്നെ അങ്കിൾ എന്ന് വിളിക്കണം. ഇയാൾ എന്റെ പേര് ധ്രുവ്. എന്റെ പേര് ധ്രുവ്. ഈ ധ്രുവോ ആയിക്കോട്ടെ, എനിക്കെന്താ? വാട്ട് ഹാപ്പൻ മീ ടു? 6 വർഷമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയൊരു മാനസിക പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. കള്ളത്തരം പറയല്ലേ കൂടുതൽ. അന്ന എന്നോട് സംസാരിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. സംസാരിക്കല്ലേ? ഇയാളാരാ? ഇയാളാരാ? മനസ്സിലായില്ല. ഇയാളാരാ? ഇയാൾ ചുമ്മാ ഇയാളെ സംസാരിക്കുന്നില്ല. ലച്ചു വാ തുറന്ന് പറയും മോളെ, സത്യം പറ. എന്താ ആരാ മോളെ? അതൊക്കെ തന്റെ മോളാരാ? താനറിന്റെ ആവശ്യമില്ല. ഇയാളാരാ മോളെ വിളിക്കാൻ? പപ്പയും അന്നെ പറയും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര അപ്പാ. ലച്ചു മര്യാദക്ക് ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ല. ഓക്കെ, പിന്നെ നിങ്ങളോട് സംസാരിച്ചു. എന്നോട് ചോദിക്കുമ്പോ എന്നോട് സംസാരിക്കണ്ട. ലച്ചു സംസാരിക്കേണ്ട കാര്യമില്ല. അതെ, നിങ്ങളല്ല പറയേണ്ടത്. നിനക്കല്ലേ ഇവിടെ വരുമ്പോ പപ്പയും മമ്മിയും പറയട്ടെ. അതെ, പപ്പയും മമ്മിയും പറയട്ടെ. മമ്മ പറയേ. പപ്പ ഞാൻ സംസാരിക്കണം. മോൻ സംസാരിക്കുക. നീ സത്യം പറഞ്ഞ അങ്കിൾ ലച്ചു, ഐ എം ടോക്കിംഗ് ടു യു. ഞാൻ ആരാ? ഇതാരാ? അത് പറയും.
ഏതാണ് ഒറിജിനൽ? ഇതാണോ നിന്റെ കൂടെ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് നീ ഇപ്പൊ പറയണം. എനിക്ക് പറയണം. എന്നെ എന്തിനാ സൈലന്റ് ആയിരിക്കുന്നത്? കുറച്ച് പറയും, വാ തുറന്ന് പറയോ. Please tell me. ഇതാണ്. പപ്പ എന്തെങ്കിലും ചോദിക്കും. നിന്റെ സത്യസന്ധത തെളിയിക്കേണ്ട കടമ നിനക്കുണ്ട്, മോന്റെ സത്യസന്ധത തെളിയിക്കേണ്ട കടമ മോനുണ്ട്. എനിക്ക് വയ്യ, പെട്ടെന്നാവട്ടെ. പപ്പ പപ്പ ഇതാണ് ധ്രുവ്. അപ്പൊ ഇത് അപ്പൊ ഞാൻ നീ ആരാ? ഞാൻ നിങ്ങളോടല്ലേ ചോദിച്ചു, ഇവിടെ ചോദിച്ചു. നീ ആര്? അപ്പാടി ഇത് നിങ്ങളോടല്ലേ ചോദിച്ചു, ഇവിടെ ചോദിച്ചു. ഞാൻ ആരാപ്പോ? ഇതാര്? എനിക്കറിയില്ല. ഒന്നും അറിയാത്ത ഒരാളിനാണോ വീട്ടിനുള്ളിൽ കയറ്റിയിരിക്കുന്നത്? കേറി വന്നു. കയറി വന്നതാ? കയറി വന്ന് എനിക്ക് ജ്യൂസും തന്ന് ഞാൻ ഫ്രൂട്ട്സും കഴിച്ചു. എന്നിട്ടാണ് നീ എന്നെ സംശയം ഇത്രയും സമയമായിട്ട്? അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇല്ല, ആവശ്യമില്ല. എന്റെ വൈഫ് ഹൗസിൽ ഇപ്പൊ കയറി വന്ന് ഹൗസിലോ? പിന്നെ ഓക്കെ. അപ്പൊ ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ ഇത്രയും കാലമായിരുന്നു, അവൾക്കറിയാം. ഓക്കെ, ശരി ശരി. ഞാൻ പറയണത് എനിക്ക് പപ്പയും അമ്മയോടും പറയാം. ധ്രുവ് പാടുമല്ലോ. ധ്രുവ പാടും, പക്ഷെ ഇപ്പൊ തൊണ്ട പറ. പാടാൻ പറയും. പാടും. ഇയാളെ മുമ്പ് ഞാൻ പരിഗണിക്കണ്ടായിരുന്നു. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്. പപ്പ ഞാൻ ഒരു കാര്യം പറയാം. ഇയാളെ പുറത്താക്കൂ. അല്ല, എനിക്ക് തെളിയിക്കണം. ഇയാളെ പുറത്താക്കൂ. അല്ല, ആരാ ഇയാളെ പുറത്താക്കൂ. ഞാൻ അങ്ങോട്ട് പാടി കാണിക്കാം. ഇയാളാണോ ഇയാൾ കൺഫ്യൂഷൻ ദേഷ്യം വന്നു ഇയാളൊന്ന് പാടി. ഞാൻ മാഡം ഞാൻ പറഞ്ഞ കേക്ക്. മമ്മി പ്ലീസ്, ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. നീ എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ എന്റെ സ്വഭാവം മാറിക്കാം. അപ്പൊ അവള് പറഞ്ഞില്ലേ പപ്പ ആരാ? ഇത് തന്നെയാണ്. നീ പറയടാ, നീ ആരാടാ? ഇതാരാ? ആരാ ആരാ? ഇയാളാണെന്ന് പറയടാ. ഇയാളാരാ? ഇയാള് എന്നോട് ഷൗട്ട് ചെയ്യരുത്. ഷൗട്ട് ചെയ്താ? ഷൗട്ട് ചെയ്ത എന്താ ഷൗട്ട്? എന്ത് കാണിക്കാൻ? എന്ത് കാണിക്കാൻ? ഞാൻ കാണിക്കും. എന്ത് കാണിക്കാൻ? പപ്പയുടെ മുമ്പിൽ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യണം. നമുക്ക് ഞാൻ പ്രൂവ് ചെയ്യാം. ആദ്യം ഇതാ ഇവിടെ പ്രൂവ് ചെയ്യും. ആദ്യം ഇവിടെ പ്രൂവ് ചെയ്യും. രണ്ടുപേരും പാടാം. ആരാ ധ്രുവ് എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ശരി ശരി, ഓക്കെ റെഡിയാണ്? തബല ഇങ്ങോട്ടുണ്ടേ, ഇവിടെ ഇരിക്കും. ഫസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ധ്രുവ് പാടട്ടെ. ഞാൻ ഓൾറെഡി പാടിയതാണ്. കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ധ്രുവാന്ന് വരെ പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ധ്രുവാന്ന് അപ്പൊ കേൾക്കണം. അവള് പറഞ്ഞു ഞാൻ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ ലാസ്റ്റില് കള്ളമാണെന്ന് നിങ്ങൾ ആര് തെളിഞ്ഞിരുന്നാലും ഞാൻ എന്താണ് ചെയ്യുക, എന്താ അവിടെ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റാണ്. സ്റ്റാർട്ട് ചെയ്തോ? നീ സ്റ്റാർട്ട് ചെയ്യടാ. അല്ലിയാമ്പൽ പുഴയിറമ്പിൽ അന്നു നീ എന്നെ കണ്ടു, അന്നയായി നീ അന്നയായി കണ്ടു. താളമില്ല, താളമില്ല, താളം അടുത്തൂടെ പോയിട്ടില്ല. ഇതാരാ? ഇതേ കാണോ ഇപ്പൊ പറയണം. എനിക്കിപ്പോ അറിഞ്ഞ ചേട്ടൻ തീരുമാനിക്കാം ആരാ. അപ്പൊ ഇയാൾ മ്യൂസിക് പഠിച്ചെന്ന് ഇവിടെ പറഞ്ഞു. പക്ഷെ ഇയാൾ മ്യൂസിക് പഠിച്ച നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണോ? പഠിക്കാൻ പോയി. അപ്പൊ ഇതിന് തീരുമാനം നീ ഉണ്ടല്ലേ? ഇത് തീരുമാനം നീ തീരുമാനം ഉണ്ടാക്കിയോ? നീ എന്തല്ലേ അവൾ എനിക്ക് സംസാരിക്കുന്ന കാര്യം അവരോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്റെ വൈഫ് ഹൗസിൽ വന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി, അത് ഈ വീട്ടുകാർ പോലും അറിയാതെ പപ്പ എന്ന് പറയുന്നത് നീ അപ്പോൾ എങ്ങനെ അറിഞ്ഞു? ഈ ആൾമാറാട്ടത്തിനുള്ള കേസ് എന്താണെന്നറിയോ? ഒഫൻസ്, തെറ്റ്. ആൾമാറാട്ടത്തിന് അവിടെ എന്താ തെറ്റെന്നറിയോ? ശിക്ഷ അറിയോ? അറിയാലോ. നോക്കാം. തൂക്കിക്കൊല്ലുമായിരിക്കും അല്ലേ? അതിനപ്പുറം. അപ്പൊ ഇയാളിപ്പോ എന്റെ അന്ന ഇപ്പൊ ഞാൻ ആളാണെങ്കിൽ എനിക്ക് എങ്ങനെ ഇവിടെ ഫാമിലി ഡീറ്റെയിൽസ് അറിയാം? ഞാൻ ഇത്രയും എന്തറിയാം? ഫാമിലി ഡീറ്റെയിൽസ് എന്തറിയാം? ലച്ചു ട്രിവാൻഡ്രത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടായിരുന്നു. ആരെ? എന്നായിട്ട് മീൻസ് ഞാനായിട്ട്. ട്രിവാൻഡ്രത്ത് ഏത് കോളേജിലാണ് പഠിച്ചേ? യൂണിവേഴ്സിറ്റിയിലെ. ഏത് വർഷം? യൂണിവേഴ്സിറ്റി. അല്ല, ഇനി സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കണ്ട. സർട്ടിഫിക്കറ്റ് കാണിക്കണ്ട. യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ് ഇയാൾ പഠിച്ചിട്ടുണ്ടോ? എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ശരി, ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒരു 15 മിനിറ്റിനകത്ത് ഞാൻ ട്രിവാൻഡ്രം കോളേജിൽ പഠിച്ചിറങ്ങിയവനാ. ഞാൻ ചോദിക്കട്ടെ, വിളിച്ചു ഏതാ ട്രേഡ്? നിങ്ങളെ പഠിച്ച ട്രേഡ് AC മെക്കാനിസം. ഓക്കെ, ആ ട്രേഡ് ഇല്ലേ? പിന്നെന്താ പ്രശ്നം? എന്താ ഒരു പ്രശ്നമില്ല. ഐ ആം സോ സോറി. മോളെന്റെ സത്യം പറഞ്ഞു. നീ എന്നെ പറ്റിക്കായിരുന്നില്ല. ഇയാള് മിണ്ടായിരുന്നു. പപ്പ കിപ്പ കുപ്പ ഒരു അക്ഷരം മിണ്ടായിരുന്നു. അപ്പൊ നീ ഇവിടെ വന്നിട്ട് അപ്പൊ ഇത് എന്നെ പറ്റിച്ചിട്ട് എന്റെ പൈസ ഉണ്ടാക്കി. ഇങ്ങോട്ട് വാ മോനെ. ഐ ആം സോ സോറി. എന്റെ അടുത്ത് പറഞ്ഞു. നോക്ക്, നീ എന്നെ അപ്പൊ കളിപ്പിക്കായിരുന്നല്ലേ?
നിന്നെ ഉണ്ടല്ലോ, നിന്നെ പോലീസ് പിടിപ്പിച്ചു. ഇല്ല, നീ ഒരു പപ്പയൊന്നും വിളിക്കണ്ട, നിന്നെ ഞാൻ ഇപ്പൊ പോലീസിലാക്കും. എന്തെന്ന് അണ്ടർസ്റ്റാൻഡ്? ഞാൻ എല്ലാം അണ്ടർസ്റ്റാൻഡ് ആയി, എനിക്ക് മനസ്സിലായി. ഇയാൾ കള്ളം കാണിച്ച് ആൾമാറാട്ടമാണ് ഇവിടെ നടത്തിയാക്കുന്നത്. ആൾമാറാട്ടം, യൂനോ. പിന്നെ ഇയാൾ എന്താണ് ചെയ്തേക്കുന്നത്? ഇയാൾ പിന്നെ എന്താ ചെയ്തേക്കുന്നത്? ഇയാൾ ഇന്ന് ഇവിടെ നിന്ന് പോവില്ല. ഇയാൾ വിളിച്ചല്ലോ, സി ഐ വിളിച്ചല്ലോ. സി ഐ എന്റെ കൂടെ പഠിച്ചവനാ. ഇവിടുത്തെ സി ഐ നിക്കി, ഇവിടുത്തെ സി ഐ എന്റെ കൂടെ പഠിച്ചവനാ. സി ഐ വന്നിട്ട് ഒന്നും വേണ്ട, ഇറങ്ങി ഇങ്ങോട്ട്. വീണ്ടും ലച്ചു വെച്ചു. എടാ പിടിച്ച് കെട്ടിക്കൊണ്ട് വേണം. നീ ഇത്രയും ആള് മാറാട്ടം കാണിച്ചിട്ടേ ചെരുപ്പ് എവിടെ പോന്നേ? പോലീസ് വരട്ടെ. സി ഐ വന്നിട്ട് ചേട്ടൻ പോവാ കേട്ടാ, മനസ്സിലായോ? ഇത് കൗമുദി ടിവിയുടെ ഓമൈ പരിപാടിയാണ്. അവിടെ നിന്നാണ് പറഞ്ഞത്. ഇയാൾ സഹായത്തിന് വന്നത് ഇത് മൊത്തം നിങ്ങൾ പെട്ടുപോയതാണ്. ഇവിടെ കിട്ടിയോ? അതെ, മൊത്തത്തിൽ പെട്ടുപോയി. ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു വന്നപ്പോൾ മൊത്തത്തിൽ പെട്ടു. ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞ് വരരുത്. സിനാറ്റോ നൽകുന്ന സമ്മാനം, ഗുണവും മണവും മേന്മയുമുള്ള BB കായം നൽകുന്ന സമ്മാനം, ഗ്രെയിൻ ഇൻ ഗ്രേസ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാൽഡാമൂരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ പാറ്റൂർ റോഡ് ബഞ്ചൂർ നൽകുന്ന സമ്മാനം, യൂട്ടിയൻസിൽ നോൺ സ്റ്റിക് കടായി നൽകുന്ന സമ്മാനം.